ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡൻ ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറുപയർ പായസമാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. നമ്മൾ പശുപാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ പായസത്തിനുള്ള ചെറുപയർ ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇത് കുതിർത്തൊന്നുമല്ല, നിങ്ങൾ എപ്പോഴാണോ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് എടുത്ത് നന്നായിട്ടൊന്ന് 2-3 തവണ കഴുകി എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കാം. ഈ പയറൊന്ന് നിരത്തി കൊടുക്കാം, എന്നിട്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഈ പയറിന് മുകളിൽ വരുന്ന അത്രയും വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് അങ്ങ് ഒഴിക്കരുത്. നിങ്ങൾ അന്നേരം നമ്മുടെ പയർ വല്ലാണ്ട് കുഴഞ്ഞിട്ട് പോകും. കണ്ടില്ലേ, ഇപ്പൊ ഈ ഒരു അളവിൽ ഞാൻ എടുക്കുന്നുള്ളൂ. ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 2 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഫ്ലെയിം കൂട്ടിയിടാൻ വേണ്ടിയിട്ട് പാടില്ല, അതുപോലെ തന്നെ ഓവറായിട്ട് ഇത് വെന്ത് കുഴഞ്ഞു പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേകുകയും വേണം. ഇപ്പം നമ്മുടെ ചെറുപയറിന് വന്നിട്ട് 2 വിസിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് പോയിട്ട് വരട്ടെ. ഫുൾ വിസിൽ പോയതിന് ശേഷം എടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് വരാം. 1/2 കപ്പ് പയറാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ ശർക്കര ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഈ ശർക്കരയുടെ അളവൊന്നും കറക്റ്റായിട്ട് നിങ്ങൾ നോക്കണം എന്നില്ല. ഇതൊക്കെ ഓരോരുത്തർ മധുരത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരട്ടെ. മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് നിങ്ങളൊന്ന് കൂട്ടിയെടുക്കുക. ഇപ്പൊ കണ്ട് നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റായി വന്നു. കറക്റ്റ് പാകത്തിനാണ് ഇതിപ്പോൾ കുറുകിയിട്ടുള്ളത്. നിങ്ങൾ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കാണ്ടിരുന്നാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള പാകത്തിന് വരും. നിങ്ങൾ എന്തോരെയാണോ ശർക്കര എടുക്കുന്നത് അതിന്റെ പാതി മാത്രം വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ കുക്കറിന്റെ വിസിൽ ഫുള്ള് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്പൺ ആക്കാം. ഇപ്പൊ കണ്ടിട്ട് പയർ വന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ പയറിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. അപ്പൊ കുക്കായോ നോക്കിയിട്ട് വേണം നിങ്ങൾ ശർക്കരപ്പാനി ഒഴിക്കാൻ വേണ്ടിയിട്ട്. എന്താന്ന് വെച്ചാൽ ശർക്കര ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വേഗുവേല, ഒരുപാടൊന്നും കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. കുക്കാകുക മീൻസ് ഇത് വേഗമല്ല, ഈ ശർക്കര വന്നിട്ട് നമ്മുടെ പയറിലേക്കൊക്കെ ഒന്ന് പിടിക്കണം. ആ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് പിടിച്ചു വരട്ടെ. ഇപ്പൊ കണ്ടില്ലേ, നമ്മുടെ ശർക്കരയെല്ലാം നമ്മുടെ പയറിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി എടുക്കുക. ഇനി ഇതിനൊരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. ചൂടാക്കൊന്നും വേണ്ട, ഇതിനകത്തേക്ക് പാൽ ഒഴിച്ചാൽ മതിയാവും. ഇപ്പൊ കണ്ടില്ലേ, പാൽ ഒഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസം കുറച്ചൊന്ന് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പശുപാൽ ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ 1/4 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിളപ്പിച്ചിട്ടാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാൽ ഇതിലേക്ക് ചേർക്കാം, പക്ഷെ ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, തണുപ്പ് കൂടുതലാണെങ്കിൽ. അതുകൊണ്ട് നിങ്ങളൊന്ന് തിളപ്പിച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇനി ഇതിനെ അങ്ങോട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, കറക്റ്റ് പാകത്തിന് കുറുകി വരുന്നവരെ. നമ്മൾ അരിപ്പൊടി ചേർത്തോണ്ട് അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഒരുപാടിട്ട് തിളപ്പിക്കുകയും വേണ്ട. ഇങ്ങനെ ഇളക്കി കുറുക്കി എടുക്കണം. ഇപ്പൊ കണ്ടില്ല, കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തോരം കട്ടിക്കാണ് വേണ്ട ആ ഒരു രീതിയിലാക്കുക. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായിട്ട് എടുക്കരുത്. എന്താന്ന് വെച്ചാൽ ഇതിന്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും ഇത് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവും. അപ്പൊ അതൊന്ന് നോക്കിയേക്കുക. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മധുരം കറക്റ്റ് ആണോ നോക്കണം. മധുരം കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും.
ഇപ്പൊ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ പായസം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഏലക്ക പൊടിച്ചത്, ഇത് രണ്ടും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചുക്കുപൊടി ഇഷ്ടമാണെങ്കിൽ അതും കൂടി ചേർക്കാം. ഇപ്പൊ ഇത് മതി, അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള കാഷ്യൂ നട്ടെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ കണ്ടില്ല, ഞാൻ വേറെ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് നെയ്യ് ചേർത്തിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇതുപോലെ കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിനൊന്നും പ്രത്യേക അളവ് നോക്കണമെന്നൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂത്തിട്ട് വരട്ടെ. ഇപ്പൊ കണ്ടില്ല, നമ്മുടെ തേങ്ങ ഒന്ന് നന്നായിട്ട് മൂത്തിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് തേങ്ങേനെ അങ്ങോട്ട് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് കാഷ്യൂ നട്ട് ചേർത്തിട്ട് കൊടുക്കുക. കാഷ്യൂ നട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ആ കാഷ്യൂ നട്ടിന്റെ കൂടെ തന്നെ നമുക്ക് റൈസിൻസും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൂടെ ഇതൊന്നും ഇടാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പൊ കണ്ടില്ല, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് മുന്തിരി ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൊടുക്കുക. അപ്പൊ ആ നെയ്യോട് കൂടി തന്നെ നിങ്ങൾ അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക. ഇത്രേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ ഇപ്പൊ ഇളക്കണ്ട, ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പൊ കണ്ടില്ല, 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പായസം നമുക്കൊന്ന് ഇളക്കി എടുത്ത് നോക്കാം. എനിക്കിപ്പോ കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് തിക്നെസ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് പാല് തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചാൽ മതിയാവും. കണ്ടില്ല, ഇപ്പൊ പശുമ്പാല ഞാൻ ചേർത്തിരിക്കുന്ന, ഒട്ടും പിരിഞ്ഞൊന്നും പോയിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ തിളപ്പിച്ച് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നാലും പിരിയത്തില്ല. പിന്നെ തിളപ്പിക്കാതെ നിങ്ങൾ ചേർക്കുന്നെങ്കിൽ കറക്റ്റ് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും തന്നെ തണുപ്പ് ഉണ്ടാകാൻ പാടില്ല പാലിന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒഴിക്കുന്ന വഴി തന്നെ അതങ്ങോട്ട് പിരിഞ്ഞിട്ട് പോകും. കണ്ടില്ല, അപ്പൊ നിങ്ങൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരുമ്പോൾ അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.